إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യതപ്പെട്ടവരാണ് എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരവധി ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യന്മാർക്കായി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ കാണുന്നവർക്ക് അവൻ വിശ്വാസിയാണെങ്കിൽ ചിലപ്പോൾ അവന്റെ വിശ്വാസത്തിൽ വർധനവുണ്ടാകും. ഇനി അതല്ല, അവന്റെ മനസ്സിൽ കാപട്യവും കുഫറുമാണുള്ളതെങ്കിൽ അത്തരം ആയത്തുകളെ കൊണ്ട് അവന്റെ വിശ്വാസത്തിലും അല്ലെങ്കിൽ അവന്റെ കുഫറിൽ വർധനവും അല്ലെങ്കിൽ നിഫാഖിൽ വർധനവുമാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അള്ളാഹുവിന്റെ അനവധി ആയത്തുകളിൽപ്പെട്ട ഒന്നാണ് കഅബാലയം. ഭൂമിയിലെ ആദ്യത്തെ ഭവനമാണ്. ആ ഭവനത്തെ അതിൽ ഒരുപാട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ മക്കയിലുള്ള ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും, ഹജർ അസ്വദാണെങ്കിലും സംസമാണെങ്കിലും എല്ലാത്തിലും വിശ്വാസികളായ ആളുകൾക്ക് ഈമാൻ വർധനവിനും അതേസമയത്ത് മനസ്സിൽ നിഫാഖുള്ളവർക്ക് ആ നിഫാഖിൽ വർധനവിനും ചില കാരണങ്ങൾ അല്ലാഹു അതെല്ലാം വെച്ചിട്ടുണ്ട്. സംസം വെള്ളവുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന് വർധനവുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതേസമയം വിശ്വാസം വേണ്ടത്ര ഉറച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ ഹദീസുകളെ സംശയദൃഷ്ടിയോടുകൂടി മാത്രം വീക്ഷിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് കളിയാക്കാനും പരിഹസിക്കാനും അതിലുണ്ടാകും.
വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ 18 വർഷക്കാലം അദ്ദേഹം രോഗിയായിരുന്നു. ആ രോഗത്തിൽ നിന്ന് എങ്ങനെയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മുക്തി ലഭിച്ചത്? അത് അത്ഭുതകരമായ ഒരു ഉറവ പൊട്ടി ഒഴുകിയതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദിൽ അത് വിശദീകരിച്ചിട്ട് ഉർക്കുദു ബിരിജിലിക ഹാദാ മുഖ്തസലും ബാരിദും വശറാബ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗാതുരനായി ഒരിക്കൽ കുളിക്കാൻ വേണ്ടി തന്റെ കുളിപ്പുരയിലേക്ക് കയറിയപ്പോഴാണ് വഹി വരുന്നത്. ഉർക്കുദു ബിരിജിലിക്, നിന്റെ കാലുകൊണ്ട് നീ ഭൂമിയിൽ അമർത്തണം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലുകൊണ്ട് ഭൂമിയിൽ അമർത്തിയപ്പോൾ ഹാദാ മുഖ്തസലും ബാരിദും വശറാബ്, നിങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള തണുത്ത വെള്ളം ഇതാ അവിടുന്ന് പൊട്ടി ഒഴുകുന്നതാണ്. ഇതൊരു അത്ഭുതമായിരുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വടി കൊണ്ടടിച്ചപ്പോൾ 12 ഉറവകൾ അതിൽ നിന്ന് പൊട്ടി ഒഴുകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുന്ന അത്ഭുതകരമായ വെള്ളത്തിന്റെ ഉറവകളാണ്. അതേപോലെ തന്നെയാണ് സംസമിന്റെ ചരിത്രവും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ് നമുക്കത് കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് തനിക്കുണ്ടായ സന്താനമായ ഇസ്മായിൽ നബിയെ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോരാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ കൽപ്പന. അങ്ങനെ അദ്ദേഹം തന്റെ പറക്കമുറ്റാത്ത കുഞ്ഞിനെയും എടുത്ത് ഹാജറിനെയും കൂട്ടി മക്കയിലേക്ക് ചെല്ലുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്ത കഅബാലയത്തിന്റെ തൊട്ടടുത്ത് അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോരുന്നു. ആ സന്ദർഭത്തിൽ മക്കയുടെ അവസ്ഥ എന്താണ്? ഫലൈസ ബിമക്ക യൗമൈദിൻ അഹദുൻ, അന്നൊരു ഒരു മനുഷ്യൻ പോലും ആ മക്കയിൽ എവിടെയുമില്ല. വലൈസ ബിഹാ മാഉൻ, അതിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. അങ്ങനെയുള്ള ഭൂപ്രദേശത്താണ് ഫവളഅഹുമാ ഹുനാലിക്, തന്റെ പത്നിയായ ഹാജറിനെയും തന്റെ മകനായ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഉപേക്ഷിച്ചു പോരുന്നത്. അദ്ദേഹം അവിടെ കൊണ്ടാക്കി തിരിഞ്ഞു നടക്കുകയാണ്, ഒന്നും പറയുന്നില്ല. വീണ്ടും അദ്ദേഹം തിരിഞ്ഞു നടക്കുന്നു, കുറച്ച് സ്പീഡ് കൂട്ടുന്നു. ഹാജർ അത്ഭുതപ്പെടുകയാണ്. 3 പ്രാവശ്യം ഹാജർ ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹം ഒന്നും മറുപടി പറയുന്നില്ല. 3ാമത്തെ പ്രാവശ്യം ഹാജർ ചോദിച്ചു, ആ അല്ലാഹു അമറക ബിഹാദ, ഇങ്ങനെ ഞങ്ങളെ ഈ മരുഭൂമിയിൽ വിട്ടേച്ചു പോകാൻ അല്ലാഹു ആണോ താങ്കളുടെ നിർദ്ദേശം നൽകിയത്? ഖാല നഅം, അതെ, അല്ലാഹു പറഞ്ഞിട്ടാണ് ഈ മരുഭൂമിയിൽ ആരാരുമില്ലാത്ത വെള്ളത്തിന്റെ കണിക പോലുമില്ലാത്ത ഒരു പച്ചയായ മരുഭൂമിയിൽ 2 പച്ച മനുഷ്യന്മാരെ ഇട്ടേച്ചുകൊണ്ട് ഞാൻ പോകുന്നത്. ആ സന്ദർഭത്തിൽ ഹാജർ പറഞ്ഞു, ഇദൻ ലാ യുളയ്യഅനാ, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൈവടിയുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സ് എന്തായിരിക്കും? ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ തനിക്ക് ലഭിച്ച അരുമസന്താനമായ ഇസ്മായിൽ നബിയെ കണ്ടും ആസ്വദിച്ചും കളിപ്പിച്ചും ചിരിപ്പിച്ചും പൂതി തീർന്നിട്ടില്ലാത്ത തന്റെ സ്വന്തം മകനെ ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും താമസക്കാരടുത്തോ അല്ലാക്കി പോരുന്നത്, ഒരു മനുഷ്യവാസം പോലുമില്ലാത്ത, ഒരു വെള്ളത്തിന്റെ കണിക പോലുമില്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഉപേക്ഷിച്ചു പോരുന്നത്. വല്ലാത്ത പരീക്ഷണമാണ്. അങ്ങനെ അദ്ദേഹം ആ മലയിൽ നിന്ന്, അഥവാ തന്റെ ഭാര്യയെയും കുട്ടിയെയും കാണാൻ കഴിയാത്ത ആ മലയുടെ അപ്പുറത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം കഅബാലയത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. അല്ലാഹുവേ, ഞാൻ എന്റെ കുടുംബത്തെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു. ബിവാദിൻ ഗൈരി ദി സർഇൻ, ഒരു കൃഷിയിടമില്ലാത്ത, ഭക്ഷണത്തിന്റെ ഒരു സോഴ്സുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നത്. ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പവിത്രമായ കഅബാലയത്തിന്റെ തൊട്ടടുത്ത് തന്നെ.
അതുകൊണ്ട് റബ്ബനാ ലിയുഖീമുസ്സലാ, എന്തിനാണ് അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി. ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, അതുകൊണ്ട് അല്ലാഹുവേ ജനങ്ങളുടെ ഹൃദയം അവരിലേക്ക് നീ തിരിക്കണം, ആളുകൾ അവിടേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകണം. വർസുഖുഹും മിനസ് സമറാത്ത്, ഒരുപാട് ഫലവർഗ്ഗങ്ങൾ നീ അവർക്ക് വേണ്ടി റിസ്ക് നൽകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ആദ്യം എത്രയായിരിക്കും? പടച്ച റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോരുന്നത്. ആകെ ഹാജറിന്റെ കയ്യിൽ ഒരു തോൽപാത്രവും അതിൽ കുറച്ച് വെള്ളവും കുറച്ച് ഈത്തപ്പഴവും മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഈത്തപ്പഴം കഴിയാറായി, വെള്ളം കഴിഞ്ഞു, ചെറിയ കുഞ്ഞ് വാവിട്ടടിക്കുകയാണ്. ആ കുഞ്ഞു മരണത്തിലേക്ക് തെന്നിപ്പോകുന്നു എന്ന് ഹാജറിന് തോന്നുകയാണ്. അതിന്റെ കുഞ്ഞിന്റെ രൂപം മാറുന്നു. ഹദീസിൽ കാണാം, ആ കുഞ്ഞിന്റെ രൂപം മാറുന്നു, കരച്ചിലിന്റെ ശബ്ദം മാറുന്നു. ഹാജറിന് ബേജാറാവുകയാണ്. അവർ ആദ്യം സഫയിലേക്ക് ഓടുന്നു, വീണ്ടും മർവയിലേക്ക് ഓടുന്നു. അങ്ങനെ ഹദീസിൽ കാണാം, അവർ ഓട്ടത്തിന് വേഗത കൂടാൻ വേണ്ടി തന്റെ വസ്ത്രം പോലും കുറച്ച് ഉയർത്തിയിട്ടാണ് ഓടിയത്. അങ്ങനെ ഓടി അവസാനം 7ാമത്തെ ഓട്ടം മർവയിലെത്തിയപ്പോഴാണ് ശബ്ദം കേൾക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തവക്കുൽ ചെയ്ത മനുഷ്യന്മാരെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല എന്ന ചരിത്രമാണ് ഈ ചരിത്രത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, അള്ളാഹുലൊരു മനുഷ്യൻ തവക്കുൽ ചെയ്താൽ അവന് അള്ളാഹ് മതിയായവനാണ്. ഇത് പല സ്ഥലങ്ങളിലായി ഈ ആശയം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു, ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഞാൻ ഹാജറും എന്റെ ഇത് മകൻ ഇസ്മായിലുമാണ്. നിങ്ങൾ ആരിലേക്കാണ് തവക്കുൽ ചെയ്തിട്ടുള്ളത്? അള്ളാഹുലേക്ക്. എങ്കിൽ അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയും ജിബ്രീലിന്റെ ചിറകുകൊണ്ട് ഭൂമിയിൽ ഒരു കുഴിയുണ്ടാക്കുകയും ചെയ്തു. ഹദീസിൽ കാണാം. അതല്ലാതെ ഇസ്മായിൽ നബിയുടെ കാലടിയിൽ നിന്നല്ല സംസം വന്നിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകുകൊണ്ടൊരു കുഴിയുണ്ടാക്കി, അതിൽ നിന്ന് സംസം വെള്ളം വന്നു, പുറത്തേക്ക് വന്നു. അങ്ങനെ ആ വെള്ളം അവർ ശേഖരിച്ചു വെക്കുകയും അതാണ് പിന്നീട് ലോകത്ത് സംസമായി കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ഹാജറ ബീവിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാതെ തന്നെ സംസം ഉറവ് പൊട്ടിക്കാൻ അള്ളാഹുവിന് കഴിവുള്ളവനാണ്. പക്ഷെ അള്ളാഹുവിന്റെ സുന്നത്ത് അങ്ങനെയല്ല. കുറച്ചൊക്കെ ദീനിന് വേണ്ടി പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോഴാണ്, ത്യാഗം സഹിക്കുമ്പോഴാണ്, ത്യാഗം സഹിച്ചിട്ടൊരു ആസ്വാദനം കിട്ടുമ്പോഴാണ് അതിനൊരു റാഹത്തുണ്ടാവുക. അധ്വാനിച്ച് സ്വർഗം നേടുമ്പോഴാണ് അതിനൊരു വിലയുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിൽ കുറച്ചൊക്കെ അധ്വാനിക്കണം എന്ന് മനുഷ്യന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്നാണ് സംസമിന്റെ ചരിത്രം തുടങ്ങുന്നത്. അതിനുശേഷം ജുർഹും ഗോത്രക്കാർ, യമനിൽ നിന്നുള്ള ജുർഹും ഗോത്രക്കാർ അവിടെ താമസമാക്കി. അവർക്ക് പിന്നീട് ആ സംസമിന്റെ അധികാരം ജുർഹും ഗോത്രത്തിനായി വന്നു. കാരണം ഇസ്മായിൽ നബിയും അതുപോലെ തന്നെ ഹാജറുമൊക്കെ കാലക്രമേണ അവർ മരിച്ചുപോയി. അവരുടെ മരണശേഷം ജുർഹും ഗോത്രത്തിനായി കഅബാലയത്തിന്റെയും സംസമിന്റെയും അധികാരം. സ്വാഭാവികമായും മനുഷ്യന്മാർ കാലം കഴിയുമ്പോൾ അവിടെ സ്വഭാവങ്ങളൊക്കെ മാറിവരും, ദുഷിച്ചു പോകും. അങ്ങനെ ജുർഹും ഗോത്രവും ദുഷിച്ചുപോയി. കഅബാലയത്തിലേക്ക് വരുന്ന ഹദിയകളുമെല്ലാം അനർഹമായിക്കൊണ്ട് അവർ കൈവശപ്പെടുത്താൻ തുടങ്ങി. ആളുകളെല്ലാം അതിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ സംസമിന്റെ ആ അധികാരത്തെ അവർ ദുരുപയോഗം ചെയ്ത സന്ദർഭത്തിൽ ഹദീസിൽ കാണാം, സംസം വറ്റിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണം എന്നുള്ളത് സംസം കിണർ വറ്റിപ്പോവുകയാണ്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാതെ നന്ദികേട് കാണിക്കുകയും തിന്മകൾ വർദ്ധിപ്പിക്കുകയുമാണെങ്കിൽ ആ നിഅമത്തുകൾ അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിഷ്കാസനം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ആദം നബിയുടെ ചരിത്രവും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിലാണല്ലോ വസിച്ചത്. ആ സ്വർഗീയ അനുഭൂതികൾ എന്തുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തടയപ്പെട്ടത്? തിന്നരുത് എന്ന് പറയുന്ന ഒരു കനി ഭക്ഷിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ചു. ആ വിരുദ്ധം പ്രവർത്തിച്ച് ഒരു പ്രവർത്തനം പ്രവർത്തിച്ചപ്പോഴേക്കും ആ എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു തടഞ്ഞു വെച്ചു. ഇതുപോലെ ജുർഹും ഗോത്രം അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് പരിധി വിട്ട സന്ദർഭത്തിൽ
സംസമിന്റെ ഉറവ വറ്റിപ്പോയി. അതോടുകൂടി അവരുടെ ശക്തി ക്ഷയിക്കുകയും അവസാനം ഖുസാഅ ഗോത്രം, അറബികൾപ്പെട്ട ഖുസാഅ ഗോത്രം ഈ ജുർഹും ഗോത്രത്തെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ പിന്നീട് ഖുസാഅ ഗോത്രം അവിടെയുള്ള ആ മക്കയുടെയും അതുപോലെ തന്നെ സംസമിന്റെയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോഴും സംസമിന്റെ ആ ഉറവിടം എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അത് മൂടപ്പെട്ടിരുന്നു. പിന്നീട് ചരിത്രത്തിൽ കാണാം, അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലാണ് രണ്ടാമത് ആ സംസമിന്റെ സ്ഥലം കണ്ടെത്തുകയും ആ സംസം അബ്ദുൽ മുത്തലിബും മകൻ ഹാരിസും കൂടിയാണ് ആ സംസങ്ങളെ രണ്ടാമതും പിന്നെ അത് കിണറാക്കി കുഴിച്ച് എടുത്ത് വെള്ളം ശേഖരിച്ചു വെച്ചത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ ആമുൽ ഫീലിന്റെ ഒരു വർഷം മുമ്പുള്ള സംഭവമായിട്ടാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. അഥവാ പ്രവാചകൻ ജനിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പാണ് സംസം കിണർ രണ്ടാമതും ഭൂമിയിലേക്ക് അഥവാ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രാപിക്കാൻ കഴിയുന്ന രൂപത്തിലാക്കിയത്. സംസം കിണറിന്റെ നമുക്കറിയാം 38 മുഴമാണ് കഅബാലയത്തിൽ നിന്ന് അതിലേക്കുള്ള ദൂരം. അഥവാ സംസം കിണർ സ്ഥിതി ചെയ്യുന്നത് മഖാം ഇബ്രാഹിമിന്റെ പിറകിലായി ഏകദേശം കഅബയിലേക്ക് തിരിഞ്ഞിരുന്നാൽ ഇടതുഭാഗത്ത് കുറച്ചിടത് ഭാഗത്തായിരുന്നു സംസം കിണറുള്ളത്. അവിടെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കിടത്തിയതും ഒക്കെ അവിടെ. അത് കഅബാലയത്തിന് ഏകദേശം 38 മുഴം ദൂരം മാത്രമേ സംസം കിണറിലേക്കുള്ളൂ. പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ 3 അരുവികൾ അരുവികളാണ് സംസമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന്. അഥവാ ഒന്ന് ഹജറുൽ അസ്വദിന്റെ മൂലയുടെ ഭാഗത്ത് അഥവാ കഅബാലയത്തിന്റെ ഹജർ വെച്ച ഭാഗത്ത് നിന്ന് ശക്തമായൊരു ഉറവയുണ്ട്. രണ്ടാമത് സഫയുടെയും മർവയുടെയും ഭാഗത്ത് നിന്ന് ഓരോ ഉറവകളുണ്ട്. ഇങ്ങനെ 3 ഉറവകളാണ് സംസം കിണറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന. ലോകാവസാനം വരെ അത് ഉണ്ടാകുമെന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സഹോദരന്മാർ, ഈ ഒരു അത്ഭുത ഉറവ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മനസ്സിലാക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ അതിലുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതയും പവിത്രതയുമുള്ള വെള്ളമാണ് സംസം വെള്ളം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ആദ്യം പറഞ്ഞല്ലോ, വർസുഖുഹും മിനസ് സമറാത്ത്, അല്ലാഹുവേ നീ അവർക്ക് സമറാത്തുകളിൽ നിന്ന് റിസ്ഖ് നൽകണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് സംസം ഉണ്ടായത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ആ സമറാത്തിൽ നിന്ന് ഫലവർഗ്ഗങ്ങളിൽ നിന്ന് ഒന്നാമത്തെ ഫലവർഗ്ഗമാണ് സംസം എന്ന് പറഞ്ഞാൽ റിസ്ഖ് എന്നാണ് മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം, സംസം ഒരു വെള്ളം മാത്രമല്ല, അതൊരു ഭക്ഷണം കൂടിയാണ്. സംസം ഒരു വെള്ളം മാത്രമല്ല, ഇത് ഭക്ഷണം കൂടിയാണ്. അതുകൊണ്ടാണ് വർസുഖുഹും മിനസ് സമറാത്ത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ ഒന്നാമത്തെ ഉത്തരമായി അള്ളാഹു കൊടുത്ത് സംസം വെള്ളത്തെയാണ്. അതിൽ നിന്ന് ആ സംസം ഒരു റിസ്ഖാണ്, സമറത്താണ് എന്ന് കൂടി കിട്ടും. അതുപോലെ തന്നെ സൂറത്തു ആൽ ഇംറാനിൽ കാണാം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാത്ത്. കഅബാലയത്തെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ആ കഅബാലയത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ആയാത്തും ബയ്യിനാത്തുകളുണ്ട്. എന്താണ് ഈ ആയാത്തും ബയ്യിനാത്തുകൾ? ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ വിശദീകരിക്കുകയാണ്. ഒന്ന് ഹജർ അസ്വദാണ്, രണ്ടാമത്തെ ഹത്തീമാണ്. ഹത്തീം എന്ന് പറഞ്ഞാൽ ഹിജ്ർ ഇസ്മായിൽ. അതേപോലെ തന്നെ സംസം, ഇത് ആയത്താണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ തന്നെ സംസമിനെ കുറിച്ച് സൂചനകളുണ്ട്. ആയാത്തും ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ അത് സംസമും കൂടി അതിൽ ഉൾപ്പെടുമെന്നാണ് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിൽ കാണാം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദൂ മനാഫിഅ ലഹും. ഹജ്ജിന് വേണ്ടി താങ്കൾ വിളിക്കുക എന്ന് പറഞ്ഞു. ആളുകൾ കാൽനടയായിക്കൊണ്ടും മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തിന് മുകളിലുമൊക്കെ ആളുകൾ ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി വിദൂര ദിക്കുകളിൽ വരും. ലിയശ്ഹദൂ മനാഫിഅ ലഹും, എന്തിനാണ് വരുന്നത്? അവർക്കുള്ള മംഫഅത്തിന് അവർ സാക്ഷിയാകാൻ വേണ്ടി. അഥവാ മനുഷ്യന്മാർക്ക് ഉപകാരം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ കണ്ട് മനസ്സിലാക്കാൻ കൂടിയാണ് ഹജ്ജ് കർമ്മത്തിന് അവർ വരുന്നത്. അതിൽ ഒന്നാമത്തതാണ് സംസം എന്ന് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദി മാഉ സംസം, ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും നല്ല വെള്ളം ഖൈറു മാ, അത് സംസം വെള്ളമാണ്. ഫീഹി തആമു തുഅമി വശിഫാഉ സുഖ്മി, രോഗത്തിനുള്ള ശമനം അതിലുണ്ട്, ഭക്ഷണമായി കൊണ്ടും അതിലുണ്ട്. അഥവാ അതൊരു ഭക്ഷണമായി കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറക്കിയതാണ്. നമുക്കറിയാം, ഹാജറിനും അതുപോലെ തന്നെ
മഹാന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും വെള്ളമായിട്ടും ഭക്ഷണമായിട്ടും ഉണ്ടായിരുന്ന സംസം വെള്ളം മാത്രമാണ്. ജുർഹും ഗോത്രം പിന്നീട് അവർ താമസമാക്കി, അവർ കൃഷി ചെയ്തു. മറ്റുള്ള യമനിൽ നിന്നുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ വന്നതിന് ശേഷമാണ് മറ്റുള്ള ഭക്ഷണം അവർക്ക് ലഭ്യമായത്. അതുവരെ അവർ ആ സംസം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചത് എന്നാണ് ഹദീസിനും ചരിത്രത്തിനും കാണാൻ കഴിയുന്ന കാര്യം. സംസമിന്റെ മറ്റൊരു പ്രത്യേകത, സംസം നമുക്ക് ലഭിച്ചത് മഹാന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ടാണ് സംസമിന്റെ ആ ഉറവ് പൊട്ടിച്ചത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ലഭിച്ചതെല്ലാം ഖൈർ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം എന്തിനാണ് ഭൂമിയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുക. അത് ലൈലത്തുൽ ഖദ്ർ നിയോഗിക്കപ്പെടും, അതുപോലെ തന്നെ അമ്പിയാക്കന്മാർക്ക് വേണ്ടി വഹി നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യന്മാരെ സംബന്ധിച്ചൊന്ന് ഖൈർ കൊടുക്കാൻ വേണ്ടിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരിക. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ഒരു ഖൈറായിക്കൊണ്ടാണ് സംസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഏറ്റവും പുണ്യമുള്ള സ്ഥലം, അമ്പിയാക്കന്മാരെ പാദസ്പർശമേറ്റ കഅബാലത്തിൽ ഏറ്റവും തൊട്ടടുത്തുള്ള അള്ളാഹുവിന്റെ പള്ളിയുടെ ഉള്ളിലുള്ള ഒരു കിണർ കൂടിയാണ് സംസം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഹൃദയം, ആ ഹൃദയം 2 തവണ ശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ ചരിത്രം കേട്ടിട്ടുണ്ടാവും. ഒന്ന്, പ്രവാചകൻ തന്റെ ചെറുപ്രായത്തിൽ കുട്ടികളുമായി കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് റസൂലുള്ളാഹിന്റെ ഹൃദയം പിളർത്തി അതിൽ നിന്ന് പൈശാചികമായ കാര്യങ്ങൾ ഒഴിവാക്കി. ഇത് 2 തവണ പ്രവാചകന്റെ മിഅ്റാജിന് മുമ്പും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇത് 2 തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധിയാക്കിയത് സംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഉമിനീർ, ആ ഉമിനീര് കലർന്നതാണ് സംസമിന്റെ വെള്ളം എന്നുകൂടി ഇതിന്റെ ബർക്കത്ത് വർദ്ധിപ്പിക്കുന്നു. സംസമിന് ബർക്കത്തുണ്ട്, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിനും ബർക്കത്തുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകൾ കൽബന്ന് തോന്നിയേക്കാം, സാധാരണ ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ, പ്രവാചകന്മാരുടെ ആസാറുകൾക്ക് ബർക്കത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആളുകളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കലല്ലേ? അങ്ങനെ അന്ധവിശ്വാസമല്ല. പ്രമാണങ്ങളിൽ ഇല്ലാത്തത് വിശ്വസിക്കലാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞത്. എല്ലാ വിശ്വാസവും അന്ധമായിക്കൊണ്ട് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ബർക്കത്തുണ്ട് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്കില്ലാത്ത ഒരുപാട് ശാരീരിക പ്രത്യേകതകളുണ്ട്. എന്നാൽ അതേസമയം പ്രവാചകൻ ഒരു മനുഷ്യനാണ് എന്നുള്ള പ്രത്യേകത ഉണ്ട്. മനുഷ്യനാണ്, അതേസമയത്ത് നമ്മളെപ്പോലെ മനുഷ്യരല്ല. നമ്മളെപ്പോലെ നമ്മളെക്കാളധികം ശാരീരിക ശക്തിയുള്ള, അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, മക്കയിലും ഒക്കെയുള്ള കല്ലുകൾ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞിരുന്നു നബിയാകുന്നതിന് മുമ്പ് തന്നെ. കാരണം പ്രവാചകനെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഉമിനീരിന് ബർക്കത്തുണ്ട്. ആ ഉമിനീര് കലർന്ന വെള്ളമാണ് ഇന്നത്തെ സംസം എന്ന് പറയുന്നത്. പ്രവാചകൻ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. ഹജ്ജത്തുൽ വദാഇൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസം കിണറിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് സഹാബത്തിന് പറഞ്ഞു, അതിൽ കുറച്ച് വെള്ളം നിങ്ങൾ കോരിയെടുക്കൂ. പ്രവാചകൻ പറഞ്ഞു, ഞാനത് കോരുമായിരുന്നു, പക്ഷെ ഞാൻ കോരാത്തെന്താ വെച്ചാൽ, ഞാൻ കോരിക്കഴിഞ്ഞത് ഹജ്ജിന്റെ കർമ്മം, ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ സംസം കിണറിൽ നിന്ന് വെള്ളം കോരൽ ഒരു ഹജ്ജിന്റെ കർമ്മമായി ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാനത് കോരാത്തത്. കാരണം ഇത് പിന്നീട് ആളുകൾ അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക് കൂടാനും തർക്കമുണ്ടാകാനൊക്കെ കാരണമാകും. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ഞാനത് കോരുന്നില്ല, നിങ്ങളത് കോരി പ്രവാചകന്റെ കയ്യിലേക്ക് ഒഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കുടിച്ചു. കുറച്ചു ഭാഗം ആ സംസം കിണറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വായിലുള്ള വെള്ളം തുപ്പി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹ് ഹദീസിൽ കാണാൻ കഴിയും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന് അത്തരത്തിലുള്ള വെള്ളങ്ങൾ സ്വീകരിക്കാൻ വിശ്വാസികളായ ആളുകൾ സന്നദ്ധരായിരുന്നു. അത് ആ ബർക്കത്ത് സംസമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റീഖിന്റെ അഥവാ പ്രവാചകന്റെ ഉമ്മീറിന്റെ ബർക്കത്ത് കൂടി ആ സംസം ലഭിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും വസ്വാരസ്യം ഉണ്ടാകുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ വീട്ടിലിരിക്കാൻ ഒരു അറാബിയായ മനുഷ്യൻ വന്നു. അറാബിയായ മനുഷ്യൻ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അലാ തുൻജിസുനി യാ മുഹമ്മദ് മാ വഅദ്തനി, അല്ല മുഹമ്മദേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ പണം കാര്യങ്ങളൊന്നും നീ എനിക്ക് നൽകുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കുറച്ച് പൈസ കടം കൊടുക്കാണ്ടായിരുന്നു. പ്രവാചകന്റെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി, അഥവാ ഒരു സാമൂഹിക ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയതാണ്.
അഥവാ സഹാബത്തിന്റെ ഇരിക്കുന്ന അടുക്കിൽ കുറച്ചാളുകൾ പുതുതായിക്കൊണ്ട് മുസ്ലിമായി വന്നിട്ടുണ്ട്, അവർക്ക് അടിയന്തരമായ സഹായം ആവശ്യമുണ്ട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ ബൈത്തുൽ മാലിൽ പൈസ ഇല്ല. അവർ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് പ്രവാചകൻ കടം ചോദിച്ചു. ഒരു അറാബിയ മനുഷ്യനാണ്. അയാൾ വന്ന് റസൂലുള്ളാഹിനെ പിന്നെ കടം ചോദിച്ച് തിരിച്ചു വയ്ക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ശിർ, നീ സന്തോഷിക്ക്, നിനക്കത് തിരിച്ചു കിട്ടും, അബ്ശിർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം തിരിച്ചു പറയാൻ പിന്നെ അദ്ദേഹം പറഞ്ഞു അക്തർത അലയ്യ മിൻ അബ്ശിർ. അപ്പോൾ ചോദിച്ചാൽ അബ്ശിർ എന്നാണല്ലോ പറയാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായിക്കൊണ്ട് അദ്ദേഹം പറയാം. അഥവാ റസൂൽ പറഞ്ഞു നീ അബ്ശിർ, നീ സന്തോഷിക്കുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അദ്ദേഹം പറഞ്ഞു അക്തർത പിന്നെ അലയ്യ മിൻ അബ്ശിർ എന്ന് നീ ധാരാളമായിക്കൊണ്ട് എന്നോട് പറയുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബല അലാ അബി മൂസ വ ബിലാൽ, അവിടെ അബൂ മൂസ അശ്അരി ഇരിക്കുന്നുണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അടുക്കലേക്ക് ഇന്ന ഹാദാ ഖദ് റദ്ദൽ ബുശ്റ ഫഖ്ബില അൻതുമാ, ഈ മനുഷ്യൻ എന്റെ സന്തോഷ വാർത്ത വേണ്ടാന്ന് വെച്ച ആളാണ്, അതുകൊണ്ട് എന്റെ സന്തോഷ വാർത്ത നിങ്ങൾ സ്വീകരിക്കൂ എന്ന് മഹാനായ പിന്നെ അബൂ മൂസ അശ്അരിയോടും ബിലാൽ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഖബിൽനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കും. എന്നൊരു ഹദീസിൽ കാണാം ثم دعا رسول الله صلى الله عليه وسلم بقدح فيه ماء, പ്രവാചകൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ വെള്ളം കൊണ്ടുവന്നു. ഫഖസല യദൈഹി വജ്ഹുഹു ഫീ, പ്രവാചകൻ തന്റെ മുഖവും കൈകളും ആ വെള്ളപാത്രത്തിലേക്ക് കഴുകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ജ ഫീ, പ്രവാചകൻ വായ കൊപ്പിളിച്ചുകൊണ്ട് ആ വെള്ളം ആ പാത്രത്തിലേക്ക് തുപ്പി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഇശ്രിബാ മിൻഹുമാ, ഈ പാത്രത്തിൽ നിങ്ങൾ രണ്ടുപേരും കുടിക്കുക. അറാബി കാണാൻ വേണ്ടി ഇശ്രിബ, നിങ്ങൾ ആ പാത്രത്തിൽ കുടിക്കുക. വഅഫ്രിഖ അലാ വുജൂഹിക്കുമാ വനുഹുരിക്കുമാ, നിങ്ങളുടെ മുഖത്തിലൂടെയും നിങ്ങളുടെ പുറംഭാഗത്തിലൂടെയും നിങ്ങളുടെ കഴുത്തിലൂടെയും ആ വെള്ളം നിങ്ങൾ ഒഴിക്കുകയും ചെയ്യുക. അങ്ങനെ എന്നിട്ട് ആ സഹാബിമാർ അബൂ മൂസ അശ്അരിയും അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ ചെയ്തതുപോലെ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവർ വീട്ടിലാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വീട്ടിലുള്ള സംഭവം. ഫനാദതുഹുമാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിളിച്ചു പറഞ്ഞു മിൻ വറാഇസത്രി അഫ്ളിലാ ലി ഉമ്മിക്കുമാ, രണ്ടുപേരും ആ വെള്ളം മുഴുവൻ തീർത്ത് കളയരുത്, കുറച്ച് നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി, അഥവാ നിങ്ങളുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉമ്മയാണല്ലോ, നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി ആ വെള്ളം നിങ്ങൾ ബാക്കി വെക്കുക എന്ന് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇതാണ് റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ രീതി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സംസമിലേക്ക് പ്രവാചകന്റെ റീഖ് പ്രവാചകന്റെ ഉമ്മയിൽ കലർന്നിട്ടുണ്ട്. അത് ഈ സംസമിന്റെ ഒരു മഹത്വമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ തആമു തുഅമിൻ, ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ പിന്നെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, പിന്നെ അബൂ ദർ അൽ-ഗഫാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്നു. പ്രവാചകൻ അദ്ദേഹത്തിന് പരിചയമൊന്നുമില്ല. അങ്ങനെ മക്കയിൽ 30 ദിവസത്തോളം താമസിച്ചു. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കണ്ടുമുട്ടിയത്. മക്കയിൽ റസൂലുള്ളാഹി അവിടെ സുജൂദ് ചെയ്യുമ്പോൾ ഇദ്ദേഹമാണ് പ്രവാചകൻ, അദ്ദേഹം മനസ്സിലാക്കി. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു, സലാം പറഞ്ഞു. റസൂലുള്ളാഹി സലാം മടക്കി. അദ്ദേഹം പിന്നെ കിതാബിലൊക്കെ വേദം പഠിച്ച വ്യക്തിയാണ്. അങ്ങനെ പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ ആരാണ്? അപ്പൊ ഞാൻ ഗഫാർ ഗോത്രത്തിൽ നിന്ന് വരികയാണ്. നിങ്ങൾ എത്ര ദിവസമായിട്ട്? ഞാൻ 30 ദിവസമായി. നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം തന്നത്? കാരണം അപരിചിതനാണ്, അറബിയ പിന്നെ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം തന്നത്? അദ്ദേഹം പറഞ്ഞു എനിക്കാരും ഭക്ഷണം തന്നിട്ടില്ല. ഞാനിവിടെ ഈ സംസം കുടിച്ചുകൊണ്ടാണ് ഞാനിവിടെ 30 ദിവസം താമസിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ 30 ദിവസം സംസം കുടിച്ചുകൂടെ താമസിച്ചു, അതുകൊണ്ട് ഞാനത് തടിച്ചു കൊഴുത്തു. തക്കസ്സറത്ത് ബൈത്തി, എന്റെ ബത്നി, എന്റെ വയറിന്റെ വയറ് പോലും പിന്നെ തടിച്ചു പുറത്തേക്ക് ചാടുന്ന, അതിൽ അടുക്കുകളായി ഉണ്ടാകുന്ന മടക്കുകൾ ഉണ്ടാകുന്ന അവസ്ഥ വരെ അത്രയും ഞാൻ എന്റെ ശരീരത്തിൽ തടിച്ചു കൊഴുത്തു എന്ന് 30 ദിവസം സംസം വെള്ളം മാത്രം കുടിച്ചതിന് ശേഷം അബൂദർ അൽ-ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇതേപോലെ ഹദീസിൽ കാണാം ശിഫാഉ സുഖ്മിൻ, രോഗത്തിന് ശമനമാണ് സംസം. ഇതൊക്കെ പല ആളുകളും പരിഹസിക്കാറുണ്ട് സഹോദരന്മാരെ. ഇതൊന്നും വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പരിഹസിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇതൊക്കെ പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. സംസം വെള്ളം രോഗത്തിന് ശമനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പനി വന്നാൽ സഹാബത്തിന് സംസം കൊടുക്കാറുണ്ട്, തന്റെ കുടുംബത്തിന് സംസം കൊടുക്കാറുണ്ട്. മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ വഖദ് ജറത്തു അന വഗൈരി മിൻ ഇസ്തിശ്ഫാഇ ബിമാഇ സംസം ഉമൂറുൻ അജീബ, ഈ സംസം കൊണ്ട് ഞാനും അതല്ലാത്ത എന്റെ കൂടെയുള്ള പിന്നെ മറ്റുള്ള പണ്ഡിതന്മാരുമെല്ലാം ഈ സംസമിന്റെ
ഷിഫാ അഥവാ സംസമിന്റെ ശമനം ഞാൻ പരിചരിച്ച് അതെനിക്ക് ബോധ്യപ്പെട്ടതാണ്. ഒരുപാട് അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എന്റെ ഒരുപാട് രോഗങ്ങൾ ഈ സംസം കൊണ്ട് മാറിയിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല അത് കുടിക്കുമ്പോൾ മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടിയാണ് കുടിച്ചത്, ആ കുടിച്ച നിയ്യത്ത് പൂർത്തീകരിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കുടിച്ചപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി അശ്റബഹു ലിലം അയ്യൂമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദാഹിക്കാതിരിക്കാൻ അല്ലാഹുവേ ഞാൻ സംസം കുടിക്കുന്നു എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാഇൻ. അല്ലാഹു എല്ലാ രോഗത്തിനും ശമനം ഞാൻ ചോദിക്കുന്നു, അതുപോലെ തന്നെ വാസിയായ വിശാലമായ ഭക്ഷണം ഞാൻ നിന്നോട് ചോദിക്കുന്നു, വിശാലമായ ഇൽമു ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിച്ചത്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ശരിബ്തു മാ സംസം ലി സലാത്തിൻ, 3 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സംസം വെള്ളം കുടിച്ചിട്ടുണ്ട്. എന്താണ്? ഒന്ന് ലിറമി അഥവാ അമ്പെയ്ത്തിൽ അഗ്രഗണ്യനാകാൻ വേണ്ടി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫകുൻതു ഉസീബുൽ അശറത മിന അശറ, ഞാൻ 10 അമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുമായിരുന്നു. അത് സംസം കുടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചത് എൽമിന് വേണ്ടിയാണ്, അള്ളാഹുവിനോട് എൽമ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്റെ എൽമ് ഫഹാന കമാ തറൂൻ, എന്റെ എൽമ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. മൂന്നാമത് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ദുഖൂൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. ഫഅർജു ഹുസൂല ദാലിക്, അത് ഞാൻ നേടുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഞാൻ കൊതിക്കുന്നത് എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി ഇമാം ദഹബിയുടെ ഹിഫ്ള് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രത്തോളം ചോദിച്ചാൽ ഖുറൈശികളായ മക്കത്തെ മുശ്രിക്കുകളായ ആളുകൾ പോലും സംസമിന്റെ മഹത്വം അംഗീകരിച്ചിരുന്നു. അവരെന്തെങ്കിലും പ്രധാനപ്പെട്ട മീറ്റിംഗ് തുടങ്ങുകയാണെങ്കിൽ ഹദീസ് ചരിത്രത്തിൽ കാണാം, മജ്തമഅതു ഖുറൈശുൻ ഫി അംരിൻ അഹമ്മഹും ഇല്ലബ്തദഉഹാ ബിശുർബി മാഇ സംസം. സംസം വെള്ളം കുടിച്ചിട്ടാണ് ആ മക്കത്തെ മുശ്രിക്കുകളായ ആളുകൾ പോലും വല്ല പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ആ സംസമിന്റെ ബർക്കത്ത് അവർ പോലും അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ ഇതൊക്കെ പരിഹസിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട തന്നെ ആളുകളുണ്ട്. ആ സംസമിന്റെ ഹദീസ് മുഴുവൻ ദഈഫ എന്ന് പറയാം. സംസം വെള്ളം കിണർ വ്യാജാണ്. ചേകനൂർ മൂലി പറഞ്ഞെന്താ, സംസമിന്റെ അടിയിൽ കൂടെ പൈപ്പ് ലൈൻ ഉണ്ട്, അതാണ് വെള്ളം പറ്റാത്തത്. ഇങ്ങനെ ഒരുപാട് നുണകളും കളവുകളും പറഞ്ഞ് സംസം വെള്ളം ശിർക്കൻ വെള്ളമാണ്, അതിൽ ബർക്കത്തുണ്ടെന്ന് വിചാരിച്ച് കുടിച്ചാൽ ശിർക്കാകുമെന്നൊക്കെ വിവരക്കേടുകൾ പറയുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വഞ്ചിതരാകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അംഗീകരിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ അതിന്റെ പുണ്യം മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബത്ത് അവരുടെ വീടുകളിൽ സംസം സ്ഥിരമായി കൊണ്ട് സൂക്ഷിച്ചിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഫകാന ഇദാ നസല ബിഹി ളൈഫുൻ ഇത്തഹഫഹു മിമ്മാഇ സംസം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ വന്നാൽ അദ്ദേഹം സംസം തുഹ്ഫയായിക്കൊണ്ട് നൽകാറുണ്ടായിരുന്നു. അഥവാ ഏത് സമയവും അവർ വീടുകളിൽ സംസം സൂക്ഷിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, അൻഹ കാനത് തഹ്മിലു മിമ്മാഇ സംസം. ഉംറക്കും ഹജ്ജിനൊക്കെ വന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ സംസം പാത്രത്തിലാക്കിക്കൊണ്ട് അവർ നാടിലേക്ക് കൊണ്ടുപോകാറുണ്ട്, മദീനയിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. വതുഖ്ബിർ, എന്നിട്ട് അവർ പറയും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഹ്മിലുഹു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. ഇതൊക്കെ സാധാരണ മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുന്നതാണ്, അതിന്റെ ബർക്കത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെ സംസം കുടിക്കാൻ സുന്നത്തായ ചില സന്ദർഭങ്ങളുണ്ട്. ഒന്ന് തവാഫിന് ശേഷം സംസം കുടിക്കൽ സുന്നത്താണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് ശേഷം സംസം കുടിക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ മക്കയോട് വിട പറഞ്ഞ് പോരുമ്പോൾ സംസം കുടിക്കൽ സുന്നത്തായിട്ടും ചില ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പുണ്യമുള്ളതാണ് സംസം. എന്നാലും ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ സംസം കുടിക്കപ്പെട്ടത് ആ ആവശ്യം നിറവേറപ്പെടും. പക്ഷെ പല ആളുകളും പറയാറുണ്ട്, ഞാൻ സംസം കുടിച്ചിട്ട് എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ.
അപ്പോൾ ഈ ഹദീസ് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ വളരെ ഭംഗിയായി ഈ ഒരു ഇഷ്കാലിന് മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഇവിടെ സംസം കുടിച്ചിട്ട് അത് എന്ത് ഉദ്ദേശത്തിലാണോ ഖിലാസോട് നീ കുടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസ് പൂർണ്ണമായി ഹഖാണ്, സത്യമാണ്. പക്ഷെ ചില ആളുകൾക്കത് കിട്ടിക്കൊള്ളുന്നില്ല. ഏതുപോലെ അദ്ദേഹം പറയാണ്, അൽ ഖുർആൻ ഹുവ ശിഫാഉൻ ലിമാ ഫി സുദൂർ. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, അള്ളാഹിന്റെ ഖുർആനെ പറ്റി അത് ഹൃദയത്തിലുള്ള രോഗങ്ങൾക്കും ശിഫയാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. എന്നാൽ പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾക്ക് ഖുർആനല്ല എന്ത് ഓതി കൊടുത്തിട്ടും ഓരോ ഹൃദയത്തിനൊരു ശിഫയും കിട്ടൂല. അത് ഖുർആന്റെ കുഴപ്പമല്ല, അതാ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കുഴപ്പമാണ്. എന്തുകൊണ്ട്? അള്ളയും റസൂലും പറഞ്ഞത് പൂർണ്ണമായി കൊണ്ട് സ്വീകരിക്കുന്നതിൽ അവൻ വൈമനസ്യം കാണിക്കും. ആ വൈമനസ്യം കാണിക്കുമ്പോൾ ഖുർആൻ ശിഫിയായിരുന്നിട്ട് പോലും അത് അള്ള പറഞ്ഞതാണ് ഖുർആൻ ശിഫിയാണെന്ന്. പക്ഷെ ആ ഖുർആന്റെ ശിഫ അവന്റെ ഹൃദയത്തിന് കിട്ടൂല. കാരണം എന്താ? അത് ഖുർആന്റെ കുഴപ്പമല്ല, അത് അവന്റെ കുഴപ്പമാണ്. ഇതേപോലെ തന്നെയാണ് ഫത്തിബുൻ നബുവ, പ്രവാചകൻ പഠിപ്പിച്ച തിബ്ബുകളുണ്ട്, ചികിത്സകളുണ്ട്. അതിൽപ്പെട്ടതാണ് തേന്, അതുപോലെ തന്നെ അജ്വ, അങ്ങനെയുള്ള ഒരു സംസം വെള്ളം. ഇതൊക്കെ ലാ യുനാസിബു ഇല്ലൽ അബ്ദാന ത്വയ്യിബ. അത് ഫലം കൊടുക്കുക ആർക്ക് മാത്രമാണ്? ശരീരം ശുദ്ധമായ, മനസ്സും ശരീരം ശുദ്ധമായ ആളുകൾക്ക് മാത്രമേ അതുകൊണ്ട് ശിഫ കിട്ടുള്ളൂ. ഏതുപോലെ കമാ അന്ന ശിഫാ അൽ ഖുർആൻ ലാ യുനാസിബു ഇല്ലൽ ഖുലൂബു ത്വയ്യിബ. നല്ല ഹൃദയങ്ങൾക്ക് മാത്രമേ ഖുർആൻ കൊണ്ട് ശിഫ കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് നല്ല മനസ്സും നല്ല ഇഖ്ലാസും ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫലം കിട്ടുള്ളൂ. അത് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ആളുകളെന്ന് പിന്നെ പരീക്ഷണാർത്ഥം കുടിച്ചാലൊന്നും ഒരുപക്ഷെ അതിന്റെ ഫലം കിട്ടിക്കോളുന്നില്ല. ആ മനുഷ്യന്റെ ഇഖ്ലാസ് അനുസരിച്ചുകൊണ്ടും ആ മനുഷ്യന്റെ നിയ്യത്തനുസരിച്ചുകൊണ്ടും അതിന് ഫലം കിട്ടും. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി വിഷയത്തിൽ മാത്രം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇഷ്ടംപോലെ ചരിത്രങ്ങൾ, സഹാബത്തിന്റെയും അതുപോലെ തന്നെ താബീങ്ങളുടെയും അയിമ്മത്തിന്റെയും അബൂ ഹനീഫയുടെയും ഒക്കെ ചരിത്രങ്ങൾ ഒരുപാട് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അവർ സംസം കുടിച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്ത എത്രയോ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഇന്ന് സമൂഹത്തിന് പൊതുവായി കാണുന്ന ട്രെൻഡ് എന്താ വെച്ചാൽ, നമുക്ക് ഈ ബുദ്ധിക്ക് യോജിക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പിന്നെ യോജിക്കാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ പരിഹാസത്തോട് സ്വീകരിക്കുക. എത്രത്തോളം മലയാളത്തിൽ ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നത് ഞാൻ വളരെ വേദനയോടുകൂടി പറയാണ്, ഹിന്ദുക്കൾ ഗംഗാജലത്തെ കാണുന്ന പോലെയാണ് മുസ്ലിമീങ്ങൾ സംസം വെള്ളത്തെ കാണുന്നത് എന്നത് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് എന്ന് വളരെ മോശമായ രീതിയിൽ, അഥവാ ഗംഗാജലം പോലെയാണ് സംസം വെള്ളത്തിന് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു മുസ്ലിമീങ്ങളായ ചില ആളുകൾ. നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാഹി ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദി മാഉ സംസം എന്ന് റസൂലുള്ളാഹി വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് പിന്നെ ആ ഗംഗാജലം അത്രയും വൃത്തികെട്ട ജലത്തോട്, അത്രയും വൃത്തികേടുള്ള ജലത്തോട് ഈ പരിശുദ്ധമാക്കപ്പെട്ട സംസം വെള്ളത്തെ ഖിയാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻ്റെ മനസ്സിലുണ്ടാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കണം. സംസം വെള്ളവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ മുഴുവനും തള്ളുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. അതൊന്നും മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യാൻ പാടില്ല. ഞാനിത് പറഞ്ഞത് ഹജ്ജിന്റെയും ഉംറയുടെ ഒക്കെ സീസണാണ്. പലപ്പോഴും എന്താ വെച്ചാൽ അതിലേക്ക് പോകുന്ന ആളുകൾ ഈ വിശ്വാസം ഉറക്കാത്ത ഹജ്ജും ഉംറയും ചെയ്തിട്ടൊന്നൊരു കാര്യമില്ല. എന്നോട് ഹജ്ജ് ചെയ്തു വന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കണം, ഞാൻ ജംറയിൽ കല്ലെറിഞ്ഞിട്ടില്ല എന്ന് എന്നോട് അഭിമാനത്തോടെ അയാൾ പറഞ്ഞു. നഊദു ബില്ലാഹ്. നിങ്ങൾ ആലോചിക്കണം. കാരണം എന്താ? ആ ജംറയിൽ കല്ലെറിയുക എന്നുള്ള അയാളുടെ ബുദ്ധിക്ക് യോജിക്കണമല്ലോ പോലും. പിന്നെ എന്തിനാണ് ഹജ്ജിന് പോയത്? ഇങ്ങനെയുള്ള വികലമായ വിശ്വാസമൊന്നും സഹോദരന്മാരെ നമ്മൾ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് തന്നെ സംസമിന്റെ പുണ്യം അത് ബറക്കത്തുള്ളതാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അതൊരു ആയത്തായിക്കൊണ്ട് അള്ളാഹു ഏകദേശം 5000-ഓളം വർഷമായി ആ വെള്ളം ഭൂമിയിലുണ്ട്. അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ദൃഷ്ടാന്തമാണ്. ചില കപടന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവരുടെ മനസ്സിൽ രോഗം വർദ്ധിക്കാനുള്ള വെള്ളം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ദീനിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാൻ, നമ്മുടെ പ്രദേശത്തുള്ള ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ പിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ജുമാക്ക് ശേഷം കലക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അള്ളാഹു അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പുലർത്താനും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين آمين برحمتك يا ارحم الراحمين.